ഹലോ ഫ്രണ്ട്സ്, തായ്ലൻഡിലെത്തിയിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ആണ്. ക്രിസ്മസ് സീസണിൽ അവിടെ ഏതൊരു ഷോപ്പിൽ പോയാലും അവരുടെ ഡ്രസ്സും ആക്സസറീസും ഒക്കെ ക്യൂട്ടായിരിക്കും. അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തേർഡ് ഡേയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, ബിഗ് ബുദ്ധ ടെമ്പിൾ. മാത്രമല്ല പട്ടായയിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയായിരുന്നു. ധാരാളം വിശ്വാസികൾ വരുന്ന ഒരു ടെമ്പിളും കൂടിയാണിത്, ഫോറിനേഴ്സ് മാത്രമല്ല. ഈ കാണുന്ന ബിഗ് ബുദ്ധയുടെ ഹൈറ്റ് പറയുകയാണെങ്കിൽ 18 മീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ബിഗ് ബുദ്ധ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ചുറ്റുപാടും കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ ഈ ഒരു ബിഗ് ബുദ്ധ മാത്രമല്ല, വേറെയും ബുദ്ധൻ്റെ തന്നെ പല വെറൈറ്റീസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഈ ഒരു ടെമ്പിളിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ടെമ്പിളിൻ്റെ സൈഡിലായിട്ടും ഇതുപോലെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടായ എന്നുള്ള ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ബിഗ് ബുദ്ധ ടെമ്പിൾ. ഇനി ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കോക്കിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം കുറേ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കും. പട്ടായനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാഫിക്കും കൂടുതൽ ബാങ്കോക്കിലാണ്. ഇതാണ് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ, ജെംസ് ഗാലറി. ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സ്പോട്ടാണ്. ജെംസ് ഗാലറിയെ പറ്റി പറയാനാണെങ്കിൽ വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ജ്വല്ലറി സ്റ്റോറാണ്. അവിടുത്തെ ജ്വല്ലറിയുടെ ഉത്ഭവവും കണ്ടെത്തലുകളും അതുപോലെ വജ്രങ്ങൾ വേർതിരിച്ചെടുക്കുന്നതും ഈ ഒരു പ്രസൻറ്റേഷൻ വഴി നമുക്ക് മനസ്സിലാക്കി തരും. ആ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലെ സൗണ്ട് ക്ലാരിറ്റിയും ലൈറ്റ് സെറ്റിങ്ങും അടിപൊളിയാണ്. ഈ ഒരു കമ്പനിക്ക് 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ പല ബ്രാഞ്ചുകളും ഉണ്ട്. പട്ടായ, ബാങ്കോക്ക്, ഫുക്കറ്റ്. ഞങ്ങളിപ്പോൾ ബാങ്കോക്കിലുള്ള ജെംസ് ഗാലറിയിലാണ് ഉള്ളത്. ഈ കാണുന്നതൊക്കെ സോപ്പുകളാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. മാംഗോ, പംകിൻ, ലെമൺ, വാട്ടർമെലൺ. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു സ്പോട്ടും അടിപൊളിയാണ്. നിങ്ങൾ തായ്ലൻഡിലൊക്കെ വന്ന ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജ്വല്ലറിയുടെ ഉത്ഭവവും അതുപോലെ ഡിസൈനിങ്ങും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവർ മേക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡിലെ തേർഡ് ഡേ കുറച്ച് ബിസി ഡേയും കൂടി ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് മുമ്പിൽ ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ തായ്ലൻഡിൽ. Okay, so now we are proceed to the Golden Buddha Temple from here. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ.
എന്താ ഭംഗിയല്ലേ കാണാൻ. അവിടെ ഓരോ ഡെസ്റ്റിനേഷനിൽ പോകുമ്പോഴും ഒന്നിനൊന്ന് മികച്ചതായിരിക്കും ഓരോ ഡെസ്റ്റിനേഷൻസും. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് തായ്ലൻഡിലെ കിങ് ആണ്. ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണതിന് മുമ്പ് ഷൂസൊക്കെ അഴിച്ചു വെക്കണം. ഈ ഒരു ബുദ്ധപ്രതിമ 5 ടണ്ണിന് മുകളിൽ ഭാരം വരുന്ന സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ടെമ്പിളിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ കുറച്ച് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. Royal family photo. On the left is its royal crown, still under construction. അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഇതാണ്, മാർബിൾ ബുദ്ധ ടെമ്പിൾ. ഇത് കാണുമ്പോൾ ഒരു കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നൊരു ഫീലാണ്. എന്താ ഭംഗിയല്ലേ കാണാൻ. അതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെയും കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഗോൾഡൻ ബുദ്ധനെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെയും ബുദ്ധൻ്റെ പല വെറൈറ്റീസിലുള്ള ശില്പങ്ങൾ കാണാം. ആ ഒരു ടെമ്പിളിൻ്റെ നിലവും അതുപോലെ തന്നെ തൂണും മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന മാർബിളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. നല്ലൊരു കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ശരിക്കും പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. വ്രതത്തിന് ശേഷമുള്ളൊരു ബുദ്ധൻ്റെ രൂപത്തെ സൂചിപ്പിക്കുന്നതാണിത്. തായ്ലൻഡ് ചെന്നിട്ട് ഞങ്ങൾ 3 ബുദ്ധൻ്റെ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. 3ഉം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു, അടിപൊളിയായിരുന്നു. ഓരോ ടെമ്പിളിനും ഓരോന്നിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഒക്കെ കവർ ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ ചൈന ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൂടുതലും ചൈനീസ് ഷോപ്സാണ്. തേർഡ് ഡേയിലെ വിശേഷം കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ബാക്കി വിശേഷം തുടരും. ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി അടുത്ത വീഡിയോ ഇടാം. ഇതിലിട്ടാൽ ലെങ്ത് കുറച്ച് കൂടിപ്പോവും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.